பேஸே வந்து இருக்காது. போட்டிகள் இருக்கலாம், கருத்து வேறுபாடுகள் இருக்கலாம். பட் எனக்கு வந்து அந்த ஷோ வந்து பெருசா செட் ஆகல. வந்து ஒரு இடம் பெறுறது அப்படிங்கிறது ஒரு பெரிய விஷயம். அந்த இடத்துல நீங்களும் உங்களுடைய டாமினன்ஸை காட்டக்கூடாது. அதல்ல வந்து ഒരു കോമ്പറ്റീഷൻ இருக்கிற இடத்துல வந்து യു ഹാവ് ടു പ്രൂവ് യുവർ വർത്ത്. എനിക്കുള്ളൊരു ഉപദേശമാണ്, ചേച്ചി നല്ലൊരു മൈക്ക് ആദ്യം മേടിക്ക്, സൗണ്ട് കുറവാ, ചാത്തൻ ഒഴിവാക്കി നല്ലത് മേടിക്ക്. ഇതാ കാണാൻ പറ്റുമെന്നറിയില്ല, റോഡിൻ്റെ മൈക്ക് ഇത് ഒറിജിനലാണ്. ഞാനിത് മേടിക്കുമ്പോൾ 13,000 രൂപയാണ്. ഇതിലും കൂടുതൽ പൈസ കൊടുത്തിട്ട് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യണമെന്ന് എനിക്ക് തോന്നിയില്ല. കുണുമോൾ റെഡ് കാർഡ്. അയ്യോ, വീണ്ടും സ്പെല്ലിംഗ് തെറ്റിച്ച്. കൂവല്ല, അനുമോളെ റെഡ് കാർഡ് കൊടുത്ത് പുറത്താക്കണമായിരുന്നു. എന്തിനി? ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പാറു കമ്രു പിരിഞ്ഞതല്ല, പുറത്താക്കി. ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ തമിഴിൽ ആദ്യമായിട്ടല്ല റെഡ് കാർഡ് കൊടുക്കുന്നത്. പക്ഷേ ഒരു സ്ത്രീക്ക് ഇന്ത്യൻ ബിഗ് ബോസിലെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു സ്ത്രീക്ക് റെഡ് കാർഡ് കിട്ടുന്നത്. അതെന്തായാലും പാറുവിൻ്റെ പേര് അറിയപ്പെടും. സ്ത്രീകൾ ഒട്ടും മോശമല്ലെന്ന് തെളിയിച്ചിരിക്കുകയാണ്. അപ്പോൾ പാറുവിൻ്റെയും കമ്രുവിൻ്റെയും വീഡിയോ ഇട്ടതിൻ്റെ കീഴിൽ ഒരുപാട് കമൻറ്റുകൾ എനിക്ക് വന്നു. ഇതിൽ തമിഴ് ബിഗ് ബോസ് കാണുന്നവരുണ്ടല്ലേ, നമ്മൾ ബിഗ് ബോസ് പ്രേക്ഷകർക്ക് ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ ബിഗ് ബോസിൻ്റെ ഷോ കണ്ട ശേഷം അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ആരെങ്കിലൊക്കെ ആയിട്ട് ഇങ്ങനെ ഡിസ്കസ് ചെയ്തില്ലെങ്കിൽ നമുക്കൊരു സമാധാനം ഉണ്ടാവില്ല. അപ്പോൾ തമിഴ് ബിഗ് ബോസ് കണ്ടപ്പോൾ എനിക്കങ്ങനെ തോന്നിയതുകൊണ്ടാണ് ഞാനത് വീഡിയോക്ക് ഇട്ടത്. അതിൻ്റെ കീഴെ ഒരുപാട് കമൻറ്റുകൾ വന്നിട്ടുണ്ട്. ആ ബിഗ് ബോസ് കാണുന്നവരുണ്ടല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അവരങ്ങോട്ട് കമൻറ്റുകളിൽ കൂടി പലരും പലരുടെ അഭിപ്രായങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. അത് പാറുവിനെയും കമ്രുവിനെയും പുറത്താക്കിയതിനു ശേഷം, റെഡ് കാർഡ് കൊടുത്ത് പുറത്താക്കിയതിനു ശേഷം അവരെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്, ഒപ്പോസ് ചെയ്യുന്നവരുണ്ട് ആ ഒരു തീരുമാനത്തിൽ. എന്നാൽ കൂടുതൽ എനിക്ക് തോന്നുന്നു സപ്പോർട്ട് ചെയ്യുന്നവരാണ് റെഡ് കാർഡ് കിട്ടേണ്ടതാണ് എന്നുള്ളത്. പക്ഷേ ഞാൻ ഒന്നാലോചിച്ചപ്പോൾ ശരിയാണ്, റെഡ് കാർഡ് കിട്ടണം. ആ 90 ദിവസം അവിടെ കിടന്ന് കഷ്ടപ്പെട്ടത് മുഴുവനും പോയില്ലേ, അവർക്ക് 10 പൈസ കിട്ടൂല. അതൊക്കെ നോക്കുമ്പോൾ എനിക്കൊരു പാവം തോന്നി. പാറുവിൻ്റെ അടുത്ത് എനിക്ക് തോന്നലില്ല കേട്ടോ, കമ്രുവിൻ്റെ അടുത്ത് എനിക്കൊരു പാവമൊക്കെ തോന്നി. നല്ലോണം അഭിനയിക്കാൻ അറിയുന്ന ആളായിരുന്നു സീരിയലും സിനിമയിലൊക്കെ. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും. പലരും പറഞ്ഞു കമ്രുവിൻ്റെ അടുത്ത് പാറുമായിട്ടുള്ള റിലേഷൻ ശരിയല്ല, അവൾ നിങ്ങൾക്ക് പണി തരും എന്ന്. എന്നിട്ട് എന്ത് കാര്യം? പാർവതിക്കും കമ്രുദിനും ഇത്തരമൊരു അനുഭവം ഉണ്ടായതിൽ, അല്ലെങ്കിൽ ഇങ്ങനൊരു അവർക്ക് നേരെ ബിഗ് ബോസ് റെഡ് കാർഡ് കൊടുത്തതിൽ ഒപ്പോസ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ അതിനോട് റിയാക്ട് ചെയ്തുകൊണ്ട് ഒരു മാഡം കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ദിസ് channel using Parvati, I'm not supporting Parvati, but this Sandra overacting and spoiling two person's life. അതെനിക്കും തോന്നി. ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടല്ലോ, തീർച്ചയായിട്ടും ആ ഷോ മുന്നോട്ട് കൊണ്ടുപോയത് പാർവതിയും, അതായത് പാറുവും കമ്രുവാണ്. ആ കാര്യത്തിൽ യാതൊരു സംശയം ആർക്കുമില്ല. സാൻഡ്ര ഓവർ ആക്ടിങ് ആണ്. അതായത് നമ്മൾ മലയാളത്തിൽ നമ്മൾ പറയില്ലേ, വിഷം ഇവളാണ് വിഷം എന്നൊക്കെ പറയില്ലേ, അമ്മാതിരി ഒരു വിഷമാണ് സാൻഡ്ര. മലയാളിയാണ്, നമ്മുടെ മലയാളം ഒരു കുറേ സിനിമയിലൊക്കെ ആൾ ചെറിയ റോളൊക്കെ അഭിനയിച്ചിട്ടൊക്കെ ഉണ്ട്, കണ്ടിട്ടുണ്ടാവുമായിരിക്കും എല്ലാവരും. ഈ സാൻഡ്ര എന്ന് പറയുന്ന വ്യക്തി ഭയങ്കര ഓവർ ആക്ടിങ് ആണ്. അത് ബിഗ് ബോസ് സീസൺ 9 തമിഴിൽ കണ്ടിട്ടുള്ളവർക്ക് അറിയാം, ഭയങ്കര ഓവർ ആക്ടിങ് ആണ്. ഇതിനെ സപ്പോർട്ട് ചെയ്തും ഒപ്പോസ് ചെയ്തും ഒക്കെ ആൾക്കാർ വരുന്നുണ്ട്. എന്നാൽ എനിക്ക് തോന്നിയത് രണ്ടുപേരുടെ ലൈഫ് സ്പോയിൽ ചെയ്യാനായിട്ട് സാൻഡ്ര ഒരു റീസണായി. സാൻഡ്രക്കൊന്ന് ക്ഷമിക്കാമായിരുന്നു എന്നൊന്നും പൂർണ്ണമായിട്ട് പറയാൻ പറ്റില്ല. ഇത് നമ്മളൊരു ബിഗ് ബോസ് ഷോയിൽ വന്നിരിക്കുകയാണ്, പലതരത്തിലുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടാകും. അതൊക്കെ നമ്മൾ സഹിക്കാൻ തയ്യാറായിട്ടാണല്ലോ നമ്മൾ ഈ പറഞ്ഞ എഗ്രിമെൻറ്റും കാര്യങ്ങളൊക്കെ സൈൻ ചെയ്തിട്ട് വീടിനകത്തേക്ക് കയറുന്നത്. അവർ കൊലപാതകമൊന്നുമല്ലല്ലോ ചെയ്തേ. ശരിയാണ്, കാറിനുള്ളിൽ നിന്ന് ഡോറ് തുറന്നിട്ട് രണ്ടാളും കൂടി ചവിട്ടി പുറത്താക്കി എന്നുള്ളത് തെറ്റ് തന്നെയാണ്. പിന്നീട് അവർക്കുണ്ടായ ബുദ്ധിമുട്ടുകൾ അതിലിവർ ഡ്രാമയാണെന്ന് പറഞ്ഞു. സ്വാഭാവികമായിട്ടും അത് കണ്ടു കഴിഞ്ഞാൽ ഡ്രാമയാണെന്ന് തോന്നും. എനിക്ക് സത്യത്തിൽ അത് ഡ്രാമയായിട്ട് ഫീൽ ചെയ്തു. അതുകൊണ്ട് അവിടെയുള്ള എല്ലാവർക്കും അത് ഡ്രാമയാണെന്ന് പറഞ്ഞ് നിൽക്കാൻ പറ്റില്ല. കാരണം അത് റിയൽ ആണെങ്കിൽ ഒരാളുടെ ജീവനാണ്, അവരുടെ ഫാമിലിയൊക്കെ ഇത് പുറത്തുനിന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. രണ്ടുപേരുടെ ജീവിതമാണ് സാൻഡ്ര കാരണം നശിച്ചിരിക്കുന്നത്. ആ ഒരു കമൻ്റ് ഇട്ട വ്യക്തിയോട് ഞാനും സപ്പോർട്ട് ചെയ്യുന്നു. പിന്നെ അടുത്തത്, സാൻഡ്രയുടെ അഭിനയം പൊളിച്ചു, സത്യം പൊളിച്ചു. എന്തായിരുന്നു ആ രാത്രിത്തെ നിങ്ങൾ കണ്ടായിരുന്നോ? രാത്രി എന്താ പുതപ്പിൻ്റെ ഇടയിൽ പോകുന്നു, ഒളിച്ചിരിക്കുന്നു. നടിയാണല്ലോ, അപ്പോൾ പിന്നെ ഇങ്ങനെ ഇത്രയെങ്കിലൊക്കെ അഭിനയിക്കണ്ടേ. അടുത്ത കമൻറ്റ്, അപ്പോൾ ഇത് കാണുന്ന മലയാളികളുണ്ടല്ലോ, ഈ സന്തോഷം ആരോട് ഷെയർ ചെയ്യും എന്ന് ആലോചിച്ച് ഇരിക്കുമായിരുന്നു. നീതു ചാക്കോ, ബിഗ് ബോസ് ഇഷ്ടപ്പെടുന്നവരെ എല്ലാ ലാംഗ്വേജും കാണും, അതൊരു രസമാണ്, അത് കണ്ടിരിക്കാൻ നല്ല രസമല്ലേ. അപ്പോൾ ഇങ്ങനെ കാണും. ആൾ സപ്പോർട്ട് ചെയ്യുന്നത് പാർവതിയും കമ്രുദിനെയും പുറത്താക്കിയതിൽ വളരെ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ടാണ് കേട്ടോ. നീതു ചാക്കോ ഉള്ളൊരു കമൻ്റായിരുന്നു. നമ്മുടെ ബിഗ് ബോസ് തീർന്നു ബോറടിച്ചിരിക്കുമ്പോൾ കാണാൻ തുടങ്ങിയ കാർ ടാസ്ക് ലൈവ് അടിപൊളിയായിരുന്നു, ഞാനും കണ്ടായിരുന്നു. ഇന്നലെ കണ്ടു, സൂപ്പർ എപ്പിസോഡ്. ലാലേട്ടൻ അതൊന്നും കാണണം. സാൻഡ്രയ്ക്ക് വോട്ടും കൊടുത്തു.
അതായത് പാറുവിനെയും കമ്രുദിനെയും പുറത്താക്കിയതിൻ്റെ സന്തോഷപ്രകടനത്താൽ ഒരുപാട് പേര് സാൻഡ്രയെ ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സാൻഡ്ര പ്രത്യേകിച്ച് അങ്ങനെ വലിയ ഗെയിമറൊന്നും ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ആ ലൈവൊക്കെ കണ്ടപ്പോൾ ലൈവൊക്കെ അടിപൊളിയായിരുന്നു. അടി ബഹളം കുത്ത് നമ്മൾ കണ്ടില്ലേ, അതൊക്കെ തന്നെയായിരുന്നു. എപ്പിസോഡൊക്കെ അടിപൊളിയായിരുന്നു. അതായത് നമ്മുടെ വിജയ് സേതുപതിയിൽ ഇവർ രണ്ടുപേരെ പുറത്താക്കുന്ന റെഡ് കാർഡ് കാണിക്കുന്ന എപ്പിസോഡ് ഒന്ന് കാണണം കേട്ടോ. ഹോട്ട്സ്റ്റാറിലുണ്ടാവും. എന്നോട് കുറേ പേര് ചോദിച്ചു ഏത് ചാനലിലാണെന്ന്. അത് ഞാൻ വിജയ് ടി വിയിലാണ് വരുന്നത്. ഇപ്പോൾ അത് നിങ്ങൾക്ക് കാണണമെങ്കിൽ ഹോട്ട്സ്റ്റാറിൽ പോയി കണ്ടാൽ മതി. അടിപൊളി തമിഴ് ബിഗ് ബോസ് ഹോട്ട്സ്റ്റാറിൽ പോയി കണ്ടാൽ മതി. അടിപൊളി എപ്പിസോഡാണ്. ആ ഒരു എപ്പിസോഡ് മാത്രം ഇങ്ങനെ കാണുക. അതിൽ ലാലേട്ടൻ നമ്മുടെ ലാലേട്ടൻ അത് കണ്ടു പഠിക്കണമെന്ന് പലരും പറയുന്നത്. അത് കണ്ടപ്പോൾ എനിക്കും തോന്നി കേട്ടോ. ലാലേട്ടൻ കണ്ട് പഠിക്കണമെന്ന് ഞാൻ പറയില്ല. അതേപോലെയൊക്കെയാണ് നമ്മുടെ മലയാളികൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അതായത് പുറത്താക്കേണ്ടവരെ അപ്പോൾ തന്നെ പുറത്താക്കുക. ചുമ്മാ വെറുതെ വെച്ചുകൊണ്ടിരിക്കുന്ന എന്തിനാ? അത് നമ്മുടെ ഷാനവാസിൻ്റെയും നെവിൻ്റെയും പ്രശ്നം വന്നില്ലേ? ശരിയാണ് പാലെറിഞ്ഞു. ഇതേപോലെ തന്നെ അതും ആക്ടിങ് ആണെന്ന് പറഞ്ഞവർ പലരും ഉണ്ട്. 2 ദിവസമൊക്കെ ഒബ്സർവേഷന് വേണ്ടിയിട്ട് മാറ്റിയൊക്കെ നിർത്തിയിട്ടുണ്ടായിരുന്നു ഷാനവാസിനെ. നെവിനെതിരെ ഒരു ആക്ഷനും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ചെറിയൊരു പനിഷ്മെൻറ്റ് കൊടുത്തു. പനിഷ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ മണി ടാസ്കിൽ പങ്കെടുക്കാൻ പറ്റില്ല എന്നുള്ളൊരു ഒരു പനിഷ്മെൻറ്റാണ് കൊടുത്തത്. പിന്നീട് അവസാനമായപ്പോൾ ഗ്രാൻഡ് ഫിനാലെ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ്റെ എപ്പിസോഡ് വന്നപ്പോൾ നെവിന് മാത്രമായിട്ടൊരു ടാസ്ക് കൊടുത്തു. എന്നിട്ട് എല്ലാവർക്കും കിട്ടുന്നതിനേക്കാളും കൂടുതൽ പൈസയും കിട്ടി. അപ്പോൾ അതെന്ത് പനിഷ്മെൻറ്റാ? അപ്പോൾ ഒരാളുടെ ജീവന ഭീഷണിയാവുന്ന രീതിയിൽ മറ്റൊരാൾ കളിച്ചിട്ടുണ്ടെങ്കിൽ, അത് അറിയാതെ കളിച്ചിട്ടുണ്ടെങ്കിൽ, അറിയാതെയാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ചുള്ള പ്രായച്ചിത്തങ്ങൾ ചെയ്യണം. അല്ലെങ്കിൽ അവരൊരു കോംപ്രമൈസും കാര്യങ്ങളൊക്കെ പോകണം. അങ്ങനെയല്ലാതെ തെറ്റൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും റെഡ് കാർഡ് പോലെയുള്ള സംഭവങ്ങൾ നമ്മുടെ മലയാളത്തിലും കൊണ്ടുവരണം. അല്ലെങ്കിൽ അത്യാവശ്യം ഇതുപോലെയെങ്കിലും നല്ല രീതിയിൽ വഴക്കെങ്കിലും പറയണോ അല്ലേ? അങ്ങനെയൊക്കെയാണെങ്കിൽ ഇതൊക്കെ കാണാനൊരു രസമുള്ളൂ. ഇത് ഇപ്പോൾ ലാലേട്ടൻ ഈ സീസണിൽ ലാലേട്ടൻ കൂടുതലായിട്ട് അനുമോളെ ഭയങ്കരമായിട്ട് ചീത്ത പറയണ പോലെ എനിക്ക് തോന്നി. തൊട്ടേനും തൊടാത്തതിനും പിടിച്ചതെന്ന് ലാലേട്ടൻ പറയും. ലാലേട്ടനെ കുറ്റം പറഞ്ഞ കാര്യമില്ല, ലാലേട്ടൻ അങ്ങനെ പറയണ പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്തു. എന്തായാലും നമ്മുടെ ലാലേട്ടനല്ലേ. അടുത്തൊരാളിട്ട കമൻറ്റ് കേട്ടോ, സാൻഡ്രയെ ഇങ്ങനെ വെളുപ്പിക്കല്ലേ. സാൻഡ്രയെ ഞാൻ വെളുപ്പിക്കുന്നതല്ല. ഞാൻ ആ വീഡിയോയിൽ സാൻഡ്രേനെ ഓവർ ആക്ടിങ് ആണ് ആള് എന്നുള്ളത് എപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴും ഞാൻ പറഞ്ഞൊരു കാര്യം, ആ വ്യക്തി ഓവർ ആക്ടിങ് ആണ്. അതും താഴെ കാറിൽ നിന്ന് വീണിട്ട് ഇങ്ങനെ കാണിക്കുന്നതൊക്കെ ഓവർ ആക്ടിങ് ആണ്. അല്ലെങ്കിൽ ആക്ടിങ് ആയിരിക്കാം, മേ ബി ആക്ടിങ് ആയിരിക്കാം. ഇൻ കേസ് ആക്ടിങ് അല്ലാന്നുണ്ടെങ്കിലോ, എല്ലാവരും ഇതേപോലെ ആക്ടിങ് ആണെന്ന് കരുതി അതിനെ മെഡിക്കലിലേക്ക് കൊണ്ടുപോയില്ല, മെഡിക്കൽ അതിന് വേണ്ടിയിട്ടുള്ള ചികിത്സയും കാര്യം കിട്ടിയില്ലായിരുന്നുണ്ടെങ്കിൽ ആ ഒരു ജീവന് തന്നെ ഭീഷണിയാവുന്ന രീതിയിലായി പോകത്തില്ലേ? അല്ലെങ്കിൽ ഒരു ഷോയ്ക്ക് വന്നിട്ട് അവർക്ക് അവരുടെ ജീവൻ കളയേണ്ട ആവശ്യമൊക്കെ ഉണ്ടോ? ഇല്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ടും അതൊക്കെ കണ്ടപ്പോൾ എനിക്കും തോന്നി. പക്ഷേ ഓവർ ആക്ടിങ് ആണ്. ഞാൻ ആ വീഡിയോയിലും പറഞ്ഞത് അതൊക്കെ തന്നെയാണ്. ഓവർ ആക്ടിങ് ആണ്, എന്തൊരു ഓവർ ആക്ടിങ് ആണ്. എസ്പെഷ്യലി ആ രാത്രി കമ്രുദ്ദീൻ വെറുതെ ഭക്ഷണം കഴിച്ച് അങ്ങോട്ടോട് നടക്കണിരുന്നു. ആ സമയത്ത് കമ്രുദ്ദീൻ എന്ന് പറഞ്ഞിട്ട് കരഞ്ഞ് പുതപ്പിൻ്റെ ഇടയിൽ പോയിട്ട് കമ്രുദ്ദീനെ കാണുമ്പോൾ മാത്രം പ്രശ്നം. കമ്രുദ്ദീൻ എന്നിട്ട് എന്താ എന്ന് ചോദിച്ചപ്പോൾ ഇവർ കരയണ കണ്ടിട്ട് എന്താ എന്ന് ചോദിച്ചു പോകുന്നുണ്ട്. എനിക്ക് തോന്നുന്നു സാൻഡ്രക്ക് അപ്പം തോന്നിയ ഒരു ഐഡിയ ആയിരിക്കും ഇങ്ങനെ വിജയിച്ചു നോക്കാമെന്ന്. എന്തായാലും അതൊക്കെ ഓവർ ആക്ടിങ് തന്നെയാണ്. ഞാനും അതന്നെ പറയുന്നു, ഓവർ ആക്ടിങ് ആണെന്ന്. അതിനിടയിൽ ഒരാൾ കമൻറ്റ് ഇട്ടിരിക്കുകയാണ്, മലയാളിയാണോ അവൾ? തമിഴന്മാരാണെങ്കിൽ അവരുടെ വർഗത്തെ സപ്പോർട്ട് ചെയ്യും. എന്നീ വർഗം നമുക്കെല്ലാവർക്കും ഒരു വർഗ്ഗമേ ഉള്ളൂ, മനുഷ്യവർഗം. എന്തിനാണ് ഈ തമിഴൻ, മലയാളി, അങ്ങനെയൊക്കെയുള്ള ബംഗാളി എന്നൊക്കെ പറഞ്ഞ് വേർതിരിക്കുന്നത്? നമ്മളെല്ലാവരും മനുഷ്യരല്ലേ. തമിഴന്മാരാണെങ്കിൽ അവരുടെ വർഗത്തെ സപ്പോർട്ട് ചെയ്യുമെന്ന് മോശമായി പോയിട്ടോ. അങ്ങനെ പറയുന്നത് വർഗം എന്ന് പറയാം, അങ്ങനെ പറയും. നമ്മളെല്ലാവരും ഒരു വർഗത്തിൽപ്പെട്ടവരാണ്, മനുഷ്യവർഗം. ഈ തമിഴ് നമ്മൾ സപ്പോർട്ട് ചെയ്യാതെ സാൻഡ്ര ടോപ്പ് 5 വരണം. ഈ വ്യക്തി പറഞ്ഞിരിക്കുന്നത് തമിഴ് വർഗം, മലയാളി വർഗം എന്നൊക്കെ വെച്ചിട്ടാണ്. അങ്ങനെ വർഗം വെച്ച് വെക്കേണ്ട. അത് തമിഴ് ബിഗ് ബോസ് ആണ്. അവരുടെ ബിഗ് ബോസിൽ പോയിട്ട് മലയാളി വിജയിക്കണം എന്ന് പറയുന്നതുകൊണ്ട് ശരി, അത് നല്ലതായി കളിക്കുന്നവരുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്തിട്ട് വിജയിപ്പിക്കട്ടെ. നമ്മൾ മലയാളികളാണ്, അവർ തമിഴ് വർഗത്തിൽപ്പെട്ടവരാണ്, അതുകൊണ്ട് നമ്മുടെ മലയാളി വിജയിക്കട്ടെ. എന്നാൽ പിന്നെ മലയാളം ബിഗ് ബോസിൽ വന്നാൽ പോരായിരുന്നോ? എന്തിനാണ് തമിഴ് ബിഗ് ബോസിൽ പോയത്? ഇവിടെ വന്നിട്ട് വിഷ സ്വഭാവം കാണിച്ചാൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുമോ? നമ്മൾ വിഷം എന്ന് പറഞ്ഞ് പുറത്താക്കില്ലേ? അത് തന്നെയാണ് അവിടെ. സത്യം പറയാലോ, സാൻഡ്ര ടോപ്പ് 5 എത്താനുള്ള കളിയൊന്നും കളിക്കുന്നില്ല. മിക്കവാറും ഈ ആഴ്ച പോകുന്നത് സാൻഡ്ര ആയിരിക്കും. അങ്ങനെയാണ് സാൻഡ്രയുടെ കളി. ഡബിൾ റോള് കളിച്ചും അത് വിഷം കുത്തിവെച്ചും അങ്ങനെ ഇത്രയും നാൾ നിന്നുപോയൊരു കണ്ടസ്റ്റൻ്റാണ് സാൻഡ്ര. അതുകൊണ്ട് തന്നെ പുള്ളിക്കാർ ടോപ്പ് 5 എത്താനുള്ള യോഗ്യത ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ കമൻ്റ് ഇട്ട നമ്മുടെ മലയാളികളെ ഒരുപാട് സ്നേഹിക്കുന്ന ചേട്ടാ, സാൻഡ്ര എന്തായാലും പുറത്താവും. ടോപ്പ് 5 എത്താൻ സാധ്യതയില്ല. ഇപ്പോൾ ടോപ്പ് 6 ആണ്. പിന്നെ ടോപ്പ് 5 എന്തായാലും എനിക്ക് തോന്നുന്നില്ല ഈ ആഴ്ച സാൻഡ്ര ആയിരിക്കും പോവുക. അടുത്ത ആളിട്ടിരുന്ന കമൻറ്റാണ്, അത് പാറുവിനെ സപ്പോർട്ട് ചെയ്തിട്ടിരുന്ന കമൻറ്റാണ് കേട്ടോ. ഇതിലും വലുതൊക്കെ പാറുവിന് സംഭവിച്ചിട്ടുണ്ട്.
അന്ന് മറ്റുള്ള ഹൗസ്, എനിക്ക് തോന്നുന്നു ഹൗസ് മേറ്റിനായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവാം. അന്ന് മറ്റുള്ള ഹൗസ് അവളെ നോക്കി ചിരിക്കുകയായിരുന്നു, പുറത്തുള്ള റിവ്യൂവേഴ്സ് അടക്കം. പാറുവിന് ഇതിനു മുമ്പും ഇതുപോലെ കുറച്ച് കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ പാറു അത് ഇത്ര വലിയ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതുപോലെ പാറു അത്തരത്തിലുള്ള കളിയാണ് കളിച്ചുകൊണ്ടിരുന്നത്, എല്ലാവരെയും വെറുപ്പിക്കുന്ന രീതിയിലുള്ള കളി. അതുകൊണ്ട് തന്നെ പാറുവിനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഒപ്പോസ് ചെയ്ത് ദ്രോഹിക്കുന്നതോ അല്ലെങ്കിൽ ഒപ്പോസ് ചെയ്തിട്ടോ എന്നുള്ള രീതിയിൽ എന്തെങ്കിലും കളി കളിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കേ കയ്യടി കിട്ടത്തുള്ളൂ, ഓപ്പോസിറ്റുള്ളവർക്കേ കയ്യടി കിട്ടത്തുള്ളൂ. അതങ്ങനെയാണല്ലോ, നമ്മുടെ മലയാളത്തിൽ അങ്ങനെയാണ്. നമുക്ക് ഇഷ്ടമല്ലാത്ത, പ്രേക്ഷകർക്ക് ഇഷ്ടമല്ലാത്ത ഒരാളെ നമ്മൾ ചീത്ത പറയുക, തലവഴക്ക് പറയുക, അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ കയ്യടി അവർക്കല്ല കിട്ടത്തുള്ളൂ. അത് തന്നെയാണ് അവിടെ. പാറുവിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു കമൻറ്റാണ്, പാറു ശരിക്കും ഒരു സ്ട്രോങ് ലേഡിയാണ്. അവൾ ആ വീട്ടിൽ ഒറ്റയ്ക്ക് മുന്നോട്ട് പോയെങ്കിൽ ഫൈനൽ വരെ എത്തുമായിരുന്നു. കമറുദ്ദീനാണ് ശരിക്കും പാറുവിൻ്റെ ഗെയിം കുളമാക്കിയത്. ഇത് പാറുവിനുള്ള കട്ട സപ്പോർട്ടാണ്. പാറു സ്ട്രോങ് ലേഡിയാണ്, വളരെ സ്ട്രോങ് ലേഡിയാണ്. എല്ലാം എന്നുണ്ടെങ്കിൽ ഒരിക്കലും പാർവതി അല്ലെങ്കിൽ പാറു പുറത്തായ ശേഷം ലൈവ് വരില്ലായിരുന്നു. പുറത്തായ ശേഷം ആ കുട്ടി പുറത്തായി പിറ്റേ ദിവസം ലൈവ് വന്നിരിക്കുന്നു. എന്തുമാത്രം ധൈര്യം ഉണ്ടാവണം. കാരണം ഇത്രയും നെഗറ്റീവുമായിട്ടാണ് പുറത്തിറങ്ങിയത്, എന്നിട്ടും അവർ ലൈവ് വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ ആ ധൈര്യത്തെ സമ്മതിക്കണം. ഭയങ്കര സ്ട്രോങ് ലേഡിയാണ്, ഭയങ്കര സ്ട്രോങ് ലേഡി. കമറുദ്ദീനും പാറുവും തമ്മിലുള്ള കോമ്പിനേഷൻ ഉണ്ടല്ലോ, അവരവിടെ കാട്ടിക്കൂട്ടിയിട്ടുള്ള ചില കാര്യങ്ങൾ കുടുംബ പ്രേക്ഷകർക്ക് ഒട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളായതുകൊണ്ടാണ് അവരെ പിടിച്ച് അവർക്ക് ഇങ്ങനെ ഇത്ര ഹേറ്റേഴ്സ് ഉണ്ടായത്. അവർ പുറത്താകണം എന്നുള്ളത് ഒരുപാട് പ്രേക്ഷകർ ആഗ്രഹിക്കാനുള്ള കാരണം. ഒരിക്കലും രണ്ട് ഭാഗത്ത് തെറ്റുണ്ട്. കമറുദ്ദീൻ്റെ ഒന്നും ആലോചിക്കുമ്പോൾ കമറുദ്ദീൻ്റെ കൂട്ട് ഇപ്പോൾ ദിവ്യ പറഞ്ഞത്, റെഡ് കാർഡ് കൊടുത്ത് ഇവർ പുറത്ത് പോകുന്നതിന് മുമ്പ് ദിവ്യ കമറുദ്ദീൻ്റെ അടുത്ത് പറഞ്ഞ കാര്യമുണ്ട്, നിൻ്റെ അടുത്ത് പല തവണ ഞങ്ങൾ പറഞ്ഞതല്ലേ അവളായിട്ടുള്ള കൂട്ട് നിനക്ക് ശരിയാവില്ല എന്ന്, എന്നിട്ട് നീ അത് കേട്ടില്ലല്ലോ. വിനോദും അത് തന്നെ പറഞ്ഞതല്ലേ നീ എന്നിട്ടത് കേട്ടില്ലല്ലോ എന്ന്. സത്യം, തീർച്ചയായിട്ടും അവർ പറഞ്ഞതാണ്, രണ്ടാളും കേട്ടില്ല. കാരണം കമറുദ്ദീൻ ഒഴിഞ്ഞു മാറിപ്പോയി കഴിഞ്ഞാലും പാറുവാണ് അടുത്തടുത്തടുത്ത് വന്നുകൊണ്ടിരുന്നത്. പാറുവിനൊരു ലക്ഷ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് കമറുദ്ദീനാണ് പാറുവിൻ്റെ കളി കുളമാക്കിയത് എന്നുള്ളത് പറയാൻ പറ്റില്ല. രണ്ടാളും ഒരു സ്റ്റേജ് എത്തിയപ്പോൾ ഫാമിലി വന്ന് പോയി കഴിഞ്ഞപ്പോൾ അവർ പിരിഞ്ഞതാണ്. ആ പിരിയിൽ അങ്ങനെ തന്നെ പോയിരുന്നെങ്കിൽ പിന്നെ എന്തെങ്കിലുമൊക്കെ നടക്കുമായിരുന്നു. ഇത് അവസാനം പിന്നെ അവർ കൂടി അവർക്ക് ആ ചീത്തപ്പേര് നല്ലതാക്കാൻ പറ്റിയ ഒരു അവസരമായിരുന്നു അവസാന സമയങ്ങളിൽ ഉണ്ടായിരുന്നത്. അതവർ ഒന്നും കൂടിയും കൂടുതൽ മോശമാക്കാനാണ് അവർ നോക്കിയത്. കമറുദ്ദീൻ്റെ ഭാഗത്തും തെറ്റുണ്ട്, പാറുവിൻ്റെ ഭാഗത്തും തെറ്റുണ്ട്. രണ്ടുപേരും കൂടി കളിച്ച ഗെയിം രണ്ട് നെഗറ്റീവ് കൂടി ഒന്നിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും, വലിയൊരു നെഗറ്റീവ് ആവില്ലേ? അങ്ങനെ രണ്ടുപേരുടെ ഭാഗത്തും തെറ്റുണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അടുത്തൊരു കമൻറ്റാണ്, മാർക്കോ സത്യത്തിൽ താങ്കൾക്ക് വേറെ പണിയില്ലേ? എൻ്റെ പണി ഇതാണ് മാഷേ. സാൻഡ്ര ജോസ് മലയാളിയാണ്. കസ്തൂരിമാൻ സിനിമയിൽ എല്ലാം അഭിനയിച്ചിട്ടുണ്ട്. പണ്ട് കിരൺ TV, കിരൺ മ്യൂസിക് ചാനലുകളിൽ എല്ലാം VJ ആയിരുന്നു. തമിഴ് ഹിറ്റ് പ്രോഗ്രാം എല്ലാം അവതരിപ്പിച്ചിരുന്നു. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ മലയാളിയും തമിഴനുമായ പ്രജൻ പത്മനാഭൻ്റെ കൂടെ ഒളിച്ചോടിപ്പോയി കല്യാണം കഴിച്ചതാണ്. ഇപ്പോൾ തമിഴിൽ ആണ് അഭിനയിക്കുന്നത്. അത് നമുക്കറിയില്ല. എന്തായാലും സാൻഡ്രയുടെ ഫുൾ ഹിസ്റ്ററി ആണ് കേട്ടോ ആൾ പറഞ്ഞിരിക്കുന്നത്. സാൻഡ്ര മലയാളിയാണെന്ന് എനിക്കറിയാം, കുറേ സിനിമയിൽ അഭിനയിച്ചിട്ടെന്നറിയാം. എന്തായാലും ഒരുപാട് TV പ്രോഗ്രാമിലും കിരൺ മ്യൂസിക് ചാനലിൽ എല്ലാം VJ ആയിരുന്നു. തമിഴ് ഹിറ്റ് പ്രോഗ്രാം എല്ലാം അവതരിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ തമിഴ് നടനായ പ്രജൻ പത്മനാഭൻ്റെ കൂടെ ഒളിച്ചോടിപ്പോയി കല്യാണം കഴിച്ച് ഫുൾ ഹിസ്റ്ററി ആയിട്ട് വന്നേക്കാം സാൻഡ്രയുടെ. പിന്നെ കാർ ടാസ്ക് കാണുമ്പോൾ നൂറയും ആര്യനും കൂടെ അനേഷിനെ തള്ളി താഴെയിടാൻ നോക്കി. അനുമോൾ മാത്രം പ്രതികരിച്ചു. അത് ശരിയാട്ടോ, അങ്ങനെ ഒരു സംഭവമുണ്ട്. അനീഷിനെ എല്ലാവരും കൂടി അടിച്ചു പുറത്താക്കാനായിട്ട് നൂറയും ഫ്രണ്ടിൽ ആദ്യം നൂറയും ആര്യനും ആണല്ലോ, ഡ്രൈവിംഗ് സീറ്റിലാണ് നമ്മുടെ അനീഷ് ഇരിക്കുന്നത്. അനീഷിനെ തള്ളി പുറത്താക്കാനായിട്ട് ഇവരൊക്കെ എന്തോരം ട്രൈ ചെയ്തു. അപ്പോഴും അനീഷ് തള്ളല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അനീഷ് അത്രയ്ക്ക് ഒന്നും ഷൗട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, മര്യാദക്ക്. പിന്നെ അനീഷിനെ പിച്ചുന്നുണ്ടായിരുന്നോ തള്ളിയിടുന്നുണ്ടായിരുന്നോ ഇതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു നൂറയും ആര്യനും കൂടി. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതെന്തല്ലേ, ഇത് ഡോറ് തുറന്ന് ഒരൊറ്റ തള്ളിച്ചു കൊടുത്തു. ഇതേ പ്രവൃത്തി തന്നെയാണ് അവരും ചെയ്യാൻ നോക്കിയത്. ആര്യനും നൂറയും ഇതേ പ്രവൃത്തി തന്നെയാണ് അനീഷിനോട് ചെയ്യാൻ നോക്കിയത്. ആ സമയത്ത് ഒരാൾ പോലും സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അനീഷിനെ, അനുമോൾ ഒഴികെ. അനുമോൾ മാത്രമാണ് എന്തിനാണ് ആ മനുഷ്യനെ അങ്ങനെ ചെയ്യുന്നേ എന്ന് പറഞ്ഞുകൊണ്ട് നിന്നു. ആ സമയത്ത് എല്ലാവരും അത് ഗെയിം സ്പിറ്റ് എന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ അന്ന് ഇങ്ങനെ സംഭവിച്ചു. അനീഷ് ഇതേപോലെ പ്രശ്നം ഉണ്ടാക്കിയിരുന്നെങ്കിൽ ഈ റെഡ് കാർഡ് നൂറയ്ക്കും ആര്യനും കിട്ടുമായിരുന്നു അല്ലേ?
അനീഷ് ഒരു ഗെയിമറാണ്, എല്ലാം ആ ഒരു ഗെയിം സ്പിരിറ്റിൽ എടുത്തുകൊണ്ട് മാത്രം ഇവരൊക്കെ രക്ഷപ്പെട്ടു. അടുത്ത കമൻറ്റ്, പാറു ഗേറ്റിന് പുറത്തു പോയതിനു ശേഷം കമറുദ്ദീൻ വരുന്നതിന് മുമ്പ് ഒരു കല്ല് ഗേറ്റിൻ്റെ അടുത്തുള്ള ക്യാമറയുടെ അടുത്ത് വന്ന് വീഴുന്നത് കണ്ടോ? അയ്യോ ഞാൻ കണ്ടില്ല, ഒന്ന് റിവൈൻഡ് ചെയ്ത് കാണുമെന്ന് ഞാൻ നോക്കാം കേട്ടോ. അതെന്താ, പാറുവിനെ കല്ലെടുത്ത് എറിഞ്ഞാണോ ആരെങ്കിലും? ആയിരിക്കും ചിലപ്പോൾ. ശരിയാട്ടോ, കല്ലെറിഞ്ഞായിരിക്കും ചിലപ്പോൾ. പേയ്മെൻ്റ് എല്ലാം കൊടുക്കും. ബിഗ് ബോസിന് ഹൈ TRP വരെ ഉണ്ടാക്കി കൊടുത്തതാണിവർ. അല്ലെങ്കിൽ ബിഗ് ബോസ് ഇവർ കാണിച്ചു കൂട്ടിയത് BB ടീം കാണിക്കരുതായിരുന്നു. അതെന്തിഷ്ടം അങ്ങനെ പറയണേ? അവർക്ക് റെഡ് കാർഡ് കൊടുത്തത് ഇപ്പോഴല്ലേ? ഒന്നാം ദിവസം മുതൽ ഇവർ ബിഗ് ബോസിലുണ്ട്. അന്ന് മുതലുള്ളത് ഇവരെ കാണിക്കാൻ പാടില്ലാണ്ട് ഇവർ ഈ 90ാമത്തെ ദിവസം ഇമാതിരി പണി ഒപ്പിക്കുന്നു ഇവർ അറിഞ്ഞിട്ടാണോ ബിഗ് ബോസ് ഷോ ടെലികാസ്റ്റ് ചെയ്യുന്നത്? എന്നിട്ട് അത് കാണിക്കാൻ പാടില്ലായിരുന്നു എന്ന് പറയുന്നത്. റെഡ് കാർഡ് കിട്ടിയിട്ടുണ്ടെങ്കിൽ റെഡ് കാർഡിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. റെഡ് കാർഡിൽ പേയ്മെൻറ്റ് കിട്ടില്ല, അവർക്ക് പേയ്മെൻറ്റ് കൊടുക്കില്ല റെഡ് കാർഡ് കിട്ടിയിട്ടുള്ളവർക്ക്. അങ്ങനെയാണ് ചരിത്രം. ഹിന്ദിയിലൊക്കെ അതൊക്കെ എപ്പോഴും നടക്കുന്ന കാര്യമാണ് റെഡ് കാർഡ് കിട്ടുന്നത്. നമ്മുടെ മലയാളത്തിൽ മാത്രം നടക്കാത്തത്. റെഡ് കാർഡ് കിട്ടിയിട്ടുണ്ടെങ്കിൽ പേയ്മെൻറ്റ് കിട്ടില്ല അവർക്ക്. ബിഗ് ബോസിൻ്റെ ഗ്രാൻഡ് ഫിനാലെ ഷോയിലാണെങ്കിലും ബാക്കിയുള്ള ഷോയിൽ ഒന്നും തന്നെ അവർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റില്ല, പങ്കെടുക്കാൻ പറ്റില്ല. ഇത് റെഡ് കാർഡിൽ കിട്ടുന്നതാണ്. റെഡ് കാർഡ് കിട്ടിയിട്ടുള്ളവർക്ക് വരാൻ പോകുന്ന പ്രശ്നങ്ങളാണ് ഇതൊക്കെ. പേയ്മെൻറ്റ് കൊടുക്കും, TRP കൂട്ടി ഇത്രയും ഉണ്ടാക്കി കൊടുത്തത് കമറുദ്ദീനും പാറുവാണ്, അതുകൊണ്ട് TRP പൈസ കൊടുത്തേ പറ്റൂ എന്ന് പറഞ്ഞ് നമ്മളിവിടെ വാശി പിടിച്ചിട്ട് കാര്യമൊന്നുമില്ല. നമുക്ക് അവരോട് സ്നേഹമൊക്കെ ഉണ്ടാവും ചിലവർക്കൊക്കെ. പക്ഷേ എന്ന് കരുതിക്കൊണ്ട് റെഡ് കാർഡ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണ്, പേയ്മെൻറ്റ് കൊടുക്കില്ല. അത് ബ്രോ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല. അതങ്ങനെയല്ല. റെഡ് കാർഡ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് തോന്നും അവർക്ക് പൈസ കിട്ടണമായിരുന്നു എന്നൊക്കെ നമുക്ക് തോന്നുമായിരിക്കാം. പക്ഷേ കിട്ടില്ല എന്നാണ് റെഡ് കാർഡിൽ. ഇനിയിപ്പോൾ അങ്ങനെയാണ് റെഡ് കാർഡിൽ. ഇനിയിപ്പോൾ കിട്ടുമല്ലോ നമുക്കറിയില്ല. സാൻഡ്രയുടെ ഡ്രാമ കണ്ട ആർക്കും മനസ്സിലാവും, അത്രയ്ക്കോ ഡ്രാമിയായിരുന്നു. ഭക്ഷണം കഴിക്കുന്നവർക്ക് മനസ്സിലാകാൻ പറ്റും. അത് ശരിയാട്ടോ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഓവർ ഡ്രാമ. നമ്മൾ പ്രേക്ഷകർ എങ്ങനെയാ അപ്ലൈ ചെയ്യേണ്ടത് എന്നറിയാമോ ചേച്ചി? പിന്നെ ഒരു ഹാർട്ട് സിമ്പിളൊക്കെ ഉണ്ട്, എന്നോട് ചോദിച്ചാണല്ലേ. അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ. അത് ഈ കമൻറ്റ് ഞാൻ ഇന്നാണ് കണ്ടത്. അപ്പോൾ കമൻറ്റ് ഞാൻ റിപ്ലൈ ഇട്ടിട്ടുണ്ട്. ആപ്ലിക്കേഷൻ അത് എനിക്ക് തോന്നുന്നു കോമണേഴ്സിൽ നിന്നും എടുക്കുന്ന ആപ്ലിക്കേഷൻ അവർ നമ്മുടെ പ്രോമോ വരും, അല്ലെങ്കിൽ അറിയിപ്പ് ഉണ്ടാകുമ്പോൾ എന്തായാലും അതിൻ്റെ ഞാൻ വീഡിയോ ചെയ്യാം. താല്പര്യമുള്ളവർ ഇങ്ങനെ അപ്ലൈ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് തീർച്ചയായിട്ടും ഞാൻ അറിയിക്കാം. എല്ലാത്തവർക്ക് എന്തെങ്കിലും ചെറിയൊരു ഫെയിം ഉള്ളവർക്കാണെങ്കിൽ ആപ്ലിക്കേഷൻ ഫോം കൊടുത്തു തുടങ്ങാനുള്ള സമയമായിട്ടുണ്ട്. ഓൾറെഡി കൊടുത്തു തുടങ്ങി, കുറച്ച് എൻ്റെ അറിയുന്ന കുറച്ച് ഫ്രണ്ട്സൊക്കെ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കോമണേഴ്സ് പ്രേക്ഷകരിൽ നിന്നുമുള്ള ഒരു ആപ്ലിക്കേഷൻ കൊടുക്കുന്നത് ടൈം ആകുമ്പോൾ ഉറപ്പായിട്ടും ഞാൻ അതിൻ്റെ വീഡിയോ ചെയ്യാം. നമ്മുടെ ലാലേട്ടനാണെങ്കിൽ ഒന്ന് ശാസിച്ച് ഉപദേശിച്ച് വിട്ടാനെ, പിന്നല്ല. നമ്മുടെ ലാലേട്ടൻ പാവമല്ലേ, എന്നാലും നല്ല രീതിയിൽ ഇത്തവണ ചൂടായിട്ടുണ്ട്. പക്ഷെ അനുമോളുടെ നേർക്കാണെന്ന് മാത്രം അനുമോളുടെ നേർക്കല്ല, എല്ലാവർക്കും ലാലേട്ടൻ ചൂടായിട്ടുണ്ട്. പക്ഷേ ലാലേട്ടൻ അങ്ങനെ ഓവറായിട്ട് ചൂടാവുന്ന ഒരാളല്ലായിരിക്കും. സത്യം പറഞ്ഞാൽ വിജയ് സേതുപതിയുടെ ഇപ്പോഴത്തെ ഇത് കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡ് ഉണ്ടല്ലോ, നമ്മളത് കണ്ടോക്കണം. ചൂടാവലൊന്നുമല്ല, കാര്യങ്ങൾ പറയണം. ആ ഒരു ഫ്ലോ ഉണ്ടല്ലോ, അത് കണ്ടു കഴിഞ്ഞാലുണ്ടല്ലോ നിങ്ങൾ എഴുന്നേറ്റ് നിന്ന് കൈയടിച്ച് അമ്മാതിരി പ്രസൻറ്റേഷനായിരുന്നു ആളുടെ. അത് ശരിയാണ്. അതുകൊണ്ടാണ് എല്ലാവർക്കും തോന്നുന്നത് ലാലേട്ടൻ അത് കണ്ടുപിടിക്കുക, ചീത്ത പറയണം എന്നൊക്കെ. നമ്മുടെ ലാലേട്ടൻ പാവമല്ലേ. തള്ളി താഴെ ഇട്ട ശേഷം ചെയ്തതാണ് തെമ്മാടിത്തരം. പിന്നെ സാന്ദ്ര നാടകം സൂപ്പർ. കസ്തൂരിമാൻ ആക്ട്രസ് വിന്നർ വിനോദ് ഞാൻ പറഞ്ഞില്ലേ, വിനോദായിരിക്കും വിന്നർ ആവാതെ. എനിക്ക് അങ്ങനെ തോന്നുന്നത്. പാവം വിനോദിൻ്റെ മുഖം കാണുമ്പോൾ തന്നെ നമുക്ക് പാവം തോന്നും. എനിക്കിഷ്ടമാണ് വിനോദിനെ, നല്ല കളിയാണ്. വിനോദ് പല തവണ കമറുദ്ദീനോട് പറഞ്ഞിട്ടുണ്ട്, എടാ നീ അവളുടെ കൂടെ ശരിയാവില്ല, നീ എവിടെ കേൾക്കാൻ. വിനോദായിരിക്കും, എനിക്ക് തോന്നുന്നു വിനോദായിരിക്കും വിന്നറെന്ന്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങൾ കാണുന്നവരുണ്ടെങ്കിൽ ആരായിരിക്കും വിന്നർ പ്രഡിക്റ്റ് ചെയ്യുക. ഞാൻ വിനോദിനെയാണ് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത്. മലയാളത്തിൽ ജാസ്മിൻ ഗബ്രി ആയിരുന്നുവെങ്കിൽ തമിഴ് VJ പാറു കമ്രു. സത്യം, നമ്മളതന്നെ പറഞ്ഞേ. മലയാളത്തിൽ മോർ ദാൻ ഫ്രണ്ട് ആയിരുന്നു ജാസ്മിൻ്റെ ഗബ്രി, അതേപോലെ തന്നെ പാറുവിൻ്റെ കമ്രു. അത് വിജയ് സേതുപതി പറയണ കേൾക്കണം. എന്താണ് നിങ്ങളുടെ റിലേഷൻ? എന്താണ് റിലേഷൻ? ഫ്രണ്ടുക്കപ്പുറം എന്തൊക്കെയോ പറഞ്ഞിട്ട് വിജയ് സേതുപതി അവരാക്കി വിടുന്നുണ്ട്. അടുത്ത കമൻറ്റാണ്, കുണുമോളെ പുതച്ച കേസിൽ ഇതുപോലെ പുറത്താക്കണമായിരുന്നു. കുണുമോളെ പുതച്ച കേസിലാ?
കുണുമോള് പുതച്ച കേസാ. കുണുമോള് എന്ന് പറഞ്ഞൊരു കണ്ടസ്റ്റൻ്റ് ഉണ്ടായിരുന്നോ? അനുമോൾ എന്നുള്ളത് മാറിപ്പോയതാണോ? ടൈപ്പ് ചെയ്തപ്പോൾ മാറിപ്പോയിരിക്കും. അനുമോളെ പുതച്ച കേസ്. അനുമോളല്ല പുതച്ചത് വേറെ ആൾക്കാരായിരുന്നു. അപ്പോൾ അവരല്ലേ പുറത്താക്കണ്ടേ? ഈ പുതച്ചത് കണ്ടതാണോ തെറ്റ്? പുതച്ചതല്ലേ തെറ്റ്? അപ്പോൾ പുതച്ചവരല്ലേ പുറത്താക്കണ്ടേ? അതായത് അനുമോളെ അല്ലല്ലോ, പുതച്ചതാണ് തെറ്റ്. അപ്പോൾ കമൻ്റ് ഇട്ടിരിക്കുന്ന ചേട്ടാ കുണുമോളല്ല കുണുമോളെന്ന് സ്പെല്ലിങ് മാറിപ്പോയതായിരിക്കും. സാൻഡ്ര ഭയങ്കര അഭിനയമായിരുന്നു. ശരിയാണ്, അഭിനയമായിരുന്നു. പാനിക് അറ്റാക്ക് വന്നാൽ മാനസിക നിലയും ബിഹേവിയർ എന്നാണ് ഉദ്ദേശിച്ചത്. ബിഹേവിയറും ഒക്കെ മാറിപ്പോകും. അതിന് ഓവർ ആക്ടിങ് എന്ന മുദ്ര കുത്തുന്നത് കുത്തരുതെന്നായിരിക്കും ഉദ്ദേശിച്ചത്. ഓക്കെ, നമുക്കറിയില്ല. ഓവർ ആക്ടിങ് ആയിട്ട് നമുക്ക് കാണുമ്പോൾ തോന്നും, സ്ക്രീനിൽ നിന്ന് കാണുമ്പോൾ നമുക്ക് അങ്ങനെ ഓവർ ആക്ടിങ് ആയിട്ട് തോന്നും. ചിലപ്പോൾ ഓവർ ആക്ടിങ് ഓവർ ആക്ടിങ് അല്ല, കറക്റ്റായിട്ടായിരിക്കാം. പക്ഷെ നമുക്ക് ഓവർ ആക്ടിങ് ആയിട്ട് പലർക്കും തോന്നിയിട്ടുണ്ട്. ഞാൻ ആദ്യം എൻ്റെ തോന്നലാന്ന് ഇതിന് ഞാൻ മിണ്ടാതിരുന്നു. വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു ഓവർ ആക്ടിങ്. അപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്ക് മാത്രമല്ല തോന്നി, എല്ലാവർക്കും തോന്നിയിട്ടുണ്ടെന്ന്. മലയാളം BB കാർ ടാസ്കിലും നൂറയും ആര്യനും ചേർന്ന് മനഃപൂർവ്വം അനീഷിനെ ഫിസിക്കൽ അറ്റാക്ക് ചെയ്ത് പുറത്താക്കാൻ നോക്കി. ആദില അനീഷും തലയിൽ അടിക്കുന്നതും ഉണ്ടായിരുന്നു. അനു അതിനെ എതിരെ നിന്നു. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അനീഷിനോടും ഇമാതിരി തോന്നിവാസം ക്രൂരതകൾ ആദിലയും നൂറയും ആര്യനും കൂടി ചെയ്തിട്ടുണ്ട്. അത് ഗെയിം സ്പിരിറ്റിലെടുത്തു. അനീഷിന് വേണമെങ്കിൽ ഇതേപോലെ താഴെ വീണിട്ട് ഇതുപോലെ ഡ്രാമ കളിക്കാമായിരുന്നു. ഇത് കാർ ടാസ്കിൽ പോണേക്ക് മുമ്പ് സാൻഡ്രയുടെ മനസ്സിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് രണ്ടിൻ്റെ അടുത്ത് അറ്റത്തന്നെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാക്കണം, ഡ്രാമ ഉണ്ടാക്കണം, പണി കൊടുക്കണം എന്നുള്ളത് ഉണ്ടായിരുന്നു. അടുത്ത കമൻ്റാണ്, എനിക്കുള്ളൊരു ഉപദേശമാണ്. ചേച്ചി നല്ലൊരു മൈക്ക് ആദ്യം മേടിക്ക്, സൗണ്ട് കുറവാ, ചാത്തൻ ഒഴിവാക്കി നല്ലത് മേടിക്ക്, സൗണ്ട് ഇല്ല എന്ന് പറഞ്ഞിട്ട്. ആക്ച്വലി ഞാൻ ഉപയോഗിക്കുന്ന ഇത് മൈക്ക് എന്ന് പറയുന്നത് ഇതാ കാണാൻ പറ്റുമെന്ന് അറിയില്ല, റോഡിൻ്റെ മൈക്ക്. ഇത് ഒറിജിനലാണ്. ഈ റോഡിൻ്റെ മൈക്കിൻ്റെ റേറ്റൊക്കെ അറിയുമായിരിക്കാം. ഞാനിത് മേടിക്കുമ്പോൾ 13,000 രൂപയാണ്. ഇതിലും കൂടുതൽ പൈസ കൊടുത്തിട്ട് അതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യണമെന്ന് എനിക്ക് തോന്നിയില്ല. ഒരു 13,000 രൂപയൊക്കെ തന്നെ കൂടുതലാണ്. സൗണ്ട് കുറവാണെന്ന് പറഞ്ഞതിൽ ഓക്കെ, ഞാനിനി സൗണ്ട് നോക്കുക. അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കുന്നത്. ഇനി ഇവിടെയൊക്കെ വെച്ചിട്ടാണ് ഞാൻ നോർമലി വീഡിയോ ചെയ്യാറ്. ഇവിടെ കുറച്ചുകൂടി മാറ്റിയൊക്കെ വെച്ചിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യാറ്. അതുകൊണ്ടാണോ എന്നറിയില്ല. ഒറിജിനൽ മൈക്ക് തന്നെയാണ്, ചാത്തനൊന്നുമല്ല. അങ്ങനെയൊന്നും പറഞ്ഞേക്കല്ലേ കേട്ടോ. അടുത്ത കമൻ്റാണ്, അവർ ഒരു BB കണ്ടസ്റ്റൻ്റ് ആയിരിക്കും ചിലപ്പോൾ ഉദ്ദേശിച്ചത്. കണ്ടസ്റ്റൻറ്റിനെ നശിപ്പിച്ചു. പാറു BB മെറ്റീരിയൽ, സാൻഡ്ര ലോക ഡ്രാമ. അതെ. കുണുമോൾ റെഡ് കാർഡ്. അയ്യോ, വീണ്ടും സ്പെല്ലിങ് തെറ്റിച്ച്. കൂവല്ല, അനുമോൾ. കുനുമോളെ എഴുതിയിരിക്കുന്നതാണ് ഞാൻ വായിക്കുന്നത്. അനുമോളെ റെഡ് കാർഡ് കൊടുത്ത് പുറത്താക്കണമായിരുന്നു. എന്തിന്? കളിച്ചതിനോ? മര്യാദക്ക് അവിടെ കളിച്ചതിനോ? കളിക്കുന്നവരെ പുറത്താക്കല്ല, കളിക്കുന്നവർക്ക് ട്രോഫിയാണ് കൊടുക്കുന്നത്. അത് കൊടുത്തല്ലോ, കണ്ടില്ലേ നമ്മളൊക്കെ കൈയടിച്ച്. അടുത്ത കമൻ്റാണ്, യെസ് നിവിൻ നമ്മുടെ ബിഗ് ബോസ് എന്തെല്ലാം ചെയ്തു. മോഹൻലാൽ ഒരു പനിഷ്മെൻറ്റും കൊടുത്തില്ല. വിജയ് സേതുപതി ചെയ്തത് ശരിയാണ്. നെവിൻ എന്തെല്ലാം ചെയ്തൊരു പനിഷ്മെൻറ്റും കൊടുത്തില്ല എന്ന്. അതായത് നമ്മുടെ മലയാളം എങ്ങനെയാണ് കുറച്ചുകൂടി സ്ട്രോങ് ആവും. ബിഗ് ബോസ് സ്ട്രോങ് അല്ലെന്നേ. ബിഗ് ബോസ് ഒന്ന് സ്ട്രോങ് ആവണം കേട്ടോ. അടുത്ത സീസണിൽ ഇതുപോലെ എന്തെങ്കിലും ചെയ്ത് അപ്പം റെഡ് കാർഡ് കൊടുക്കുക പറഞ്ഞുവിടാം. ആരും വേണ്ട കളിക്കാൻ. ഇങ്ങനെയൊക്കെ പോവുകയാണെങ്കിൽ ആരും ഉണ്ടാവില്ല. ഇപ്പോൾ ആളെ കിട്ടാൻ വേണ്ടിയിട്ട് അവർ കിടന്ന് സത്യം പറഞ്ഞാൽ ബിഗ് ബോസിൽ ഇവർ പറയുന്ന ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആൾക്കാരൊന്ന് ഈ നെഗറ്റീവ്സ് പേടിച്ച് പലരും ആരും പോവാൻ താല്പര്യപ്പെടുന്നില്ല. അതിന് വേണ്ടി ആൾക്കാർ വേണ്ടിയിട്ട് ബിഗ് ബോസ് ഇങ്ങനെ നോക്കി നടക്കുക. അതിൻ്റെ ഇടയിലാണ് സാൻഡ്രയെ മലയാളി ആയതുകൊണ്ട് മാത്രം അവർ ഡീഗ്രേഡ് ചെയ്യുക. സാൻഡ്രയ്ക്കാണ് എല്ലാവർക്കും സപ്പോർട്ട്, പിന്നെ എന്താ ഡീഗ്രേഡ്. അടുത്ത കമൻ്റാണ്, ശബരി അവളെ തൂക്കി എറിഞ്ഞപ്പോഴും കണ്ണിടിച്ച് പൊളിച്ചിട്ടും കൊടുക്കാത്ത റെഡ് കാർഡാണ് ഇപ്പോൾ ഈ നിസ്സാര കേസിൽ കിട്ടിയത്. അന്ന് ആ സംഭവം നടക്കുമ്പോൾ അവിടെയുള്ള എല്ലാവരും നോക്കി നിന്നു. സേതുപതി നിർത്തിപ്പൊരിച്ചു എല്ലാത്തിനെയും. അത് വേറെ കാര്യം കേട്ടോ. അന്ന് അവൾ പോയി വീണ വീഴ്ച കണ്ടോ? അതിൻ്റെ അത്രയൊന്നും ഇന്നലത്തെ കേസിൽ വരില്ല. ടിക്കറ്റ് ടു ഫിനാലെ ശബരിയുടെ പുറത്ത് 7 പേരാണ് കയറി നിന്നത്. അവൻ അനങ്ങാതെ കിടക്കാൻ. അതൊക്കെ ഗെയിമാണ്. പാറുവിൻ്റെ പുറത്തും തലേ ദിവസം ഇതേ സ്ട്രാറ്റജി തന്നെയാണ് ഹൗസ്മേറ്റ്സ് എടുത്തത്. അവൾ കാറിനുള്ളിൽ ഇരുന്നു പറഞ്ഞതും ഇതിനെക്കുറിച്ചാണ്. അത് ശരിയാ. കോമഡി അതൊന്നുമല്ല. പിന്നെന്താ കോമഡി? പാറുവിൻ്റെ കണ്ണടിച്ച് പൊട്ടിച്ച ദിവസത്തിൽ സാന്ദ്രയും എല്ലാവരും കൂടി ഒരു ചർച്ചയുണ്ടായിരുന്നു. കഴുത്തിൽ ഇടിക്കാൻ അല്ലേടാ ഞാൻ പറഞ്ഞത്, നീ എന്തിനാ കണ്ണിലിടിച്ചത് എന്നൊക്കെ. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ആ വീഡിയോ ഞാൻ തരാം.
സത്യത്തിൽ ബ്രോ ഞാൻ ആ സീൻ കണ്ടിട്ടില്ല, അതുകൊണ്ടാണ് ആ വീഡിയോ എനിക്ക് തരാമെന്നൊക്കെ പറയുന്നുണ്ട്. തന്ന് അതിൻ്റെ വീഡിയോ ഒന്ന് ചെയ്യാം. പാറുവിനെയും കമറുദ്ദീനെയും പുറത്താക്കിയത് തമിഴ്നാട്ടിൽ ഭയങ്കര ആഘോഷമാണ്. അതിനെ സപ്പോർട്ട് ചെയ്തവരുമുണ്ട്, ഒപ്പോസ് ചെയ്തവരുണ്ട്. സാൻഡ്ര ഓവർ ആക്ടിങ് ആണ്, ഓവർ ഡ്രാമയാണ്. അത് നമുക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ആളുടെ ഗെയിം എന്ന് പറയുന്നത് നമ്മുടെ മലയാളത്തിൽ പറയുന്ന പോലെ ഒരു വിഷം ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റൻ്റ് ആണ്. വിജയ് സേതുപതിയുടെ വൈഫിൻ്റെ ഫ്രണ്ട് ആയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഇത്രയും നാൾ പിടിച്ചു നിന്നത് എന്ന് പറയുന്നവരുണ്ട്. അപ്പം ഇതേപോലെ തന്നെ പാറുവിൻ്റെ നേർക്ക് ഒരുപാട് അറ്റാക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടും ആരും ഇതിന് ഇത്തരത്തിലൊന്നും പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. വിജയ് സേതുപതി ഒന്നും ഒച്ചയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ പാറുവിൻ്റെ നേർക്കോ കമറുദ്ദീൻ്റെ നേർക്കോ ഇതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആരും ഇതേപോലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറില്ല. പക്ഷേ പാറുവിനും കമറുദ്ദീനും പുറത്താക്കാൻ റെഡ് കാർഡ് കൊടുക്കേണ്ട അത്തരമുള്ള പ്രശ്നങ്ങൾ അവർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നവരാണ് ഇപ്പോൾ അധികവും. എവിക്റ്റ് ചെയ്ത് പുറത്തു വിട്ടാൽ മതിയെന്ന് റെഡ് കാർഡ് പുറത്തു വിടുമ്പോൾ അവർക്ക് അവരുടെ ഇത്ര നാളത്തെ പൈസയൊക്കെ പോവല്ലേ, അത് വേണ്ടായിരുന്നു എന്ന് എനിക്കും തോന്നി. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ ആയിരിക്കണം ബിഗ് ബോസ്. ബിഗ് ബോസിൽ വരുമ്പോൾ മര്യാദ കളിക്കണം, എല്ലാവർക്കും ഇതൊരു പാടാവട്ടെ എന്ന് കരുതിയിട്ടായിരിക്കാം. ബിഗ് ബോസ് സീസൺ 9 തമിഴിൽ എന്തായാലും പാറുവിൻ്റെയും കമറുദ്ദീൻ്റെയും പേരിൽ തന്നെ അറിയപ്പെടും. വിനോദ്, ശബരി, ദിവ്യ ഇവർ 3 പേരാണ് ഇപ്പോൾ കത്തി ജ്വലിച്ച് നിൽക്കുന്നത്. പ്രേക്ഷകർക്കിടയിൽ നല്ല സപ്പോർട്ടാണ് ഇവർക്ക് 3 ആൾക്കും. ഇവരിൽ ഒരാൾക്കായിരിക്കും കപ്പ് കിട്ടുക. എന്നാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ വിനോദിനായിരിക്കും കപ്പ് കിട്ടാൻ സാധ്യത. ദിവ്യ ചിലപ്പോൾ ഫസ്റ്റ് റണ്ണറപ്പ് ആവും, ശബരി തേർഡ് റണ്ണറപ്പ് ആവും, സെക്കൻഡ് റണ്ണറപ്പ് ആവും. അങ്ങനെ ആയിരിക്കും ചിലപ്പോൾ വരിക. എന്താണെങ്കിലും അത് നമുക്ക് കണ്ടറിയാം. വിനോദിന് കപ്പ് കിട്ടാനാണ് ഞാൻ പേഴ്സണലി ആഗ്രഹിക്കുന്നത്. എന്തായിരിക്കും എന്ന് കാത്തിരുന്ന് കാണാം. ഏതാണ്ട് കുറച്ച് ദിവസം കൂടി ഉള്ളൂ. അത് പാറുവിനെയും കമറുദ്ദീനെയും സപ്പോർട്ട് ചെയ്ത് ഒരുപാട് പേര് ഇപ്പോൾ രംഗത്ത് അറിഞ്ഞതിൽ എനിക്ക് സന്തോഷം. നമ്മുടെ മലയാളികൾ പോലും ഒരുപാട് ഇക്കാര്യങ്ങളൊക്കെ ആക്സെപ്റ്റ് ചെയ്യാൻ പഠിച്ചു എന്നുള്ളതാണ്. അവർ പല കാര്യങ്ങളും കണ്ടും കേട്ടും അറിഞ്ഞും മനസ്സിലാക്കി അവരും അതിനും നല്ല വശങ്ങളും മോശം വശങ്ങളും വേർതിരിച്ച് സപ്പോർട്ട് ചെയ്യേണ്ട കാര്യത്തിൽ സപ്പോർട്ട് ചെയ്യുന്നു, ഒപ്പോസ് ചെയ്യേണ്ട കാര്യത്തിൽ ഒപ്പോസ് ചെയ്യുന്നു. അവരുടെ ക്യാരക്ടർ അല്ലെങ്കിൽ അവരവിടെ കളിച്ച ഗെയിമിന് ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല. പക്ഷെ അവർക്ക് കൊടുത്ത ശിക്ഷ കുറച്ച് കൂടിപ്പോയി. അത് എന്തുകൊണ്ടാണെന്നുള്ളത് 2 വശം മനസ്സിലാക്കി ഒരഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇട്ട എല്ലാ പ്രേക്ഷകർക്കും ഒരുപാട് താങ്ക്സ് പറയുന്നു. നമുക്കിനി ഫിനാലയ്ക്ക് വെയിറ്റ് ചെയ്യാം. ആരായിരിക്കും കപ്പടിക്കുക എല്ലാം കാത്തിരുന്നതിൻ്റെ കാണാം. പിന്നെ നേരത്തെ ഞാൻ മറന്നിട്ടില്ല, നമ്മുടെ പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്ന് ആർക്കെങ്കിലും പോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ചോദ്യം എന്നോട് ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. അതിനുള്ളത് എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാനത് നിങ്ങളിലേക്ക് എത്തിക്കും. നമ്മൾ പ്രേക്ഷകരിൽ നിന്ന് ഒരുപാട് പേര് പോയിട്ട് കിഡിലായിട്ട് കളിക്കണം കേട്ടോ, അടിപൊളിയായിട്ട് കളിക്കണം, നല്ല കണ്ടന്റുകൾ മാന്യമായി കളിക്കുക, അടിപൊളിയായിട്ട് കളിക്കുക. നമ്മൾ പ്രേക്ഷകർ കാണിച്ചു കൊടുക്കുക എങ്ങനെയാണ് കളിക്കേണ്ടതെന്നുള്ളത്. എന്തായാലും ടോപ്പ് 5 ഒരുപാട് പ്രേക്ഷകരുടെ ഭാഗത്തു നിന്ന് ഒരുപാട് കണ്ടസ്റ്റൻസ് ഈ സീസണിൽ വരും. അപ്പോൾ പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ പോയിട്ടുണ്ടെങ്കിൽ 100 ദിവസം നിൽക്കുക. കപ്പടിക്കണമെന്ന് ഞാൻ പറയില്ല, പക്ഷെ 100 ദിവസം നിൽക്കണം. അത്തരത്തിൽ കളിക്കുക, അടിപൊളിയായിട്ട് കളിക്കുക. എന്തായാലും നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെയൊക്കെ എല്ലാവർക്കും